മക്കൾ ശരിയായ വഴിക്ക് വളർന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ പിറവി ശരിയുണ്ടെങ്കിലല്ലേ അത് ശരിയാവുള്ളൂ. ജനനത്തിൽ തകരാറുള്ളവർ, പിറവിയിൽ തകരാറുള്ളവർ, അവർ അഹ്ലു ബൈത്തിനെ ഒരിക്കലും ബഹുമാനിക്കുകയില്ല. അല്ലെങ്കിൽ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ, സയ്യിദന്മാരെ തരതായിത്തുന്നവനുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, അവന്റെ പിറവിക്ക് തകരാറുണ്ട്, അവന്റെ അസ്ലിൽ തകരാറുണ്ട്, അവന്റെ ജനനത്തിന് തകരാറുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്റെ സ്വന്തം വകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്യുന്നു, വളരെ വ്യക്തമായി കാണാം, മല്ലം യഅരിഫ് ഹഖ്ഖ ഇത്റതി വൽ അൻസ്വാർ വൽ അറബ് ഫഹുവ ലിഅഹദി ثلاث إما منافق وإما لزنية وإما لغير أي حملته أمه على غير طهور. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മല്ലം യഅരിഫു ഹഖ്ഖ ഇത്റതി, എന്റെ കുടുംബം, എന്റെ അഹ്ലു ബൈത്തിന്റെ ബഹുമാനവും ആദരവും ഇവിടെ ആര് മനസ്സിലാക്കുന്നില്ലയോ, അത് ബഹുമാനവും മഹത്വവും അറിഞ്ഞുകൊണ്ട് അഹ്ലു ബൈത്തിന് ആര് ബഹുമാനം കൊടുക്കുന്നില്ലയോ, വൽ അൻസ്വാർ, അതുപോലെ അൻസ്വാറുകളാകുന്ന സ്വഹാബികളും ആ സ്വഹാബികളുടെ പരമ്പരയിൽ വന്നവർക്കും അവരെ പേരക്കുട്ടികൾക്കും ആര് ബഹുമാനവും ആദരവും കൊടുക്കുന്നില്ലയോ, വൽ അറബ്, അതുപോലെ അറബികൾക്കും ആരിവിടെ ബഹുമാനം കൊടുക്കുന്നില്ലയോ. കാരണം അല്ലാഹുവിന്റെ റസൂല് അറബിയാണല്ലോ. ആ നിലക്ക് അറബികൾക്കും ബഹുമാനമുണ്ട്, അവർക്ക് ആദരവുണ്ട്. ആ മൂന്ന് വിഭാഗത്തിന് ആരിവിടെ ബഹുമാനവും ആദരവും നൽകുന്നില്ലയോ, ഫഹുവ ലിഅഹദി ثلاث, അവൻ മൂന്നാളുകളിൽ ഏതെങ്കിലും ഒരുത്തന്നെപ്പെട്ടവനായിരിക്കും, ഏതെങ്കിലും ഒരാളായിരിക്കും. മൂന്നാളുകളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്തനായിരിക്കും. ആരാണ് മൂന്നാള്? ഇമ്മാ മുനാഫിഖുൻ, ഒന്നിരിക്കലോ അവൻ കടുത്ത മുനാഫിഖാണ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈമാനില്ലാതെ, ഹൃദയത്തിൽ കുഫ്ർ മൂടിവെച്ചുകൊണ്ട്, കുഫ്രിയത്ത് മൂടിവെച്ചുകൊണ്ട് മുസ്ലിമായി വേഷം ചമഞ്ഞു നടക്കുന്നവനാണ്, അവനാണ് മുനാഫിഖ്. അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല, അവൻ ഈമാനില്ലാതെ ചത്തുപോകുന്നവനാണ്. ഹുസ്നുൽ ഖാതിമയില്ലാതെ സൂൽ ഖാതിമത്തോടുകൂടി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നവനാണ്. ആ നിലക്കുള്ള ഒരു മുനാഫിഖാണ്. അല്ലെങ്കിലോ ഔലി സന്യ, അവൻ വ്യഭിചാരത്തിന് സിനാക്ക് പിറന്ന മകനാണ്. അഹ്ലു ബൈത്തിന് ബഹുമാനം കൊടുക്കാത്തവൻ, അവരെ തരണ്ടായിത്തുന്നവൻ, സ്റ്റേജ് കെട്ടിക്കൊണ്ട് ചീത്ത വിളിക്കുന്നവൻ, അവൻ എത്ര വലിയവനാണെങ്കിലും, തലയിൽ തലേക്കെട്ടുള്ളവനാണെങ്കിലും, പെരടിയിൽ പച്ചശാളിട്ടവനാണെങ്കിലും, മനസ്സിലാക്കിക്കോ, പറയുന്നത് ഞാനല്ല, പൊന്നാര ഹബീബിന്റെ വാക്കാണ്. അവൻ ഒന്നിരിക്കലോ വ്യഭിചാരത്തിന് പിറന്ന മകനാണ്. അവന്റെ ഉമ്മ ഏതെങ്കിലും അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യഭിചാരം നടത്തിക്കൊണ്ട് അതിലൂടെ പിറന്ന മകനാണ്, സിനാന്റെ മകനാണ്. അസ്ൽ ശരിയില്ല, പിറവി ശരിയില്ലാത്തവനാണ്, അസ്ലിൽ തകരാറുണ്ട് എന്നർത്ഥം. അവൻ വിളിക്കുന്ന ബാപ്പ യഥാർത്ഥ ബാപ്പ അല്ല. അവൻ ബാപ്പ എന്നാരെയാണോ വിളിക്കുന്നത് അവൻ സ്വന്തം ബാപ്പയല്ല, അവൻ ബാടകന്റെ ബാപ്പയാണ്. അവന്റെ ബാപ്പ വേറെ ഏതോ ആളാണ്. അവൻ വ്യഭിചാരത്തിന് പിറന്ന മകനാണ്. അല്ലെങ്കിലോ وإما لغير أي حملته أمه على غير طهور, അല്ലെങ്കിൽ
അവന്റെ ഉമ്മാക്ക് ഹൈലുള്ള സമയത്ത് അവന്റെ ബാപ്പ ബന്ധപ്പെട്ടുകൊണ്ട് അതിലൂടെ ഗർഭം ധരിച്ച് പിറന്ന മകനാണ്. ഹൈലുള്ള സമയത്ത് ഉമ്മയുമായി ബന്ധപ്പെട്ടു, അതിലൂടെ ഗർഭം ധരിച്ചു, അതിലൂടെ ജനിച്ച മോനാണ് അവൻ. ആരെയും അഹ്ലു ബൈത്തിനെ തെറി വിളിക്കുന്ന ജനങ്ങൾ, തങ്ങമാരെ ചീത്ത വിളിക്കുന്നവർ, അവരെപ്പറ്റി മോശമായി സംസാരിക്കുന്നവർ ഒന്നിരിക്കലോ കടുകടുത്ത മുനാഫിഖാണ്, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ മകനാണ്, അല്ലെങ്കിലോ അവന്റെ ഉമ്മാക്ക് ശുദ്ധിയില്ലാത്ത ഹൈദുള്ള സമയത്ത് ബാപ്പ ബന്ധപ്പെട്ടുകൊണ്ട് അതിലൂടെ ജനിച്ച മോനാണ്. അങ്ങനെ പിറവിയിൽ തകരാറുള്ള മനുഷ്യനാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നാണ്. കാരണം പിറവിയിൽ തകരാറുള്ള ആളുകൾ അവരെ നന്നാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. അസിലിൽ തകരാറുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ അടുത്ത് നമുക്കറിയാം, താജുൽ ഉലമയെ സംബന്ധിച്ച് ചില ആളുകൾ മോശമായി പറഞ്ഞു. മരണത്തിന്റെ ശേഷം 3-ാം ദിവസം കഴിയുന്നതേക്ക് മുമ്പ് തന്നെ ചില ആളുകൾ തുടങ്ങി തെറിവിളിക്കാൻ, ചീത്ത പറയാ. ഏതോ ഒരു കുരുത്തം കിട്ടവൻ പറഞ്ഞു, താജുൽ ഉലമയെ സംബന്ധിച്ച് ചത്തു എന്ന്. സുബ്ഹാന ജല്ലാഹ്. ആ മനുഷ്യന്റെ തലയിൽ വലിയ തലയെക്കെട്ടുണ്ട്, അവന്റെ പെരടിയിൽ പച്ച ഷാളുണ്ട്, അവൻ ഒരു പള്ളിയിലെ ഖതീബാണ് പോലും. സുബ്ഹാനല്ലാഹ്.